ഈ ഡൽഹി യാത്ര നേരത്തെ പ്ലാനിലുണ്ടായിരുന്നില്ലല്ലോ. ഡൽഹി ഉണ്ടായിരുന്നു, ഉദയേട്ടനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. 6 മുതൽ 6 വരെ ഹർത്താൽ. അതുകൊണ്ടാണ് നിന്നോട് ഇത്തിരി നേരത്തെ വരാൻ പറഞ്ഞത്. പോലീസിനെ ഒന്ന് അറിയിക്കായിരുന്നു. ഹേയ്, ഈ പോക്ക് പോലീസ് അറിയേണ്ട കാര്യമില്ല. സാറിന് വേണ്ടിയല്ല, തിരിച്ചു വരുമ്പോ ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാ. അതെ, ആരെങ്കിലും ചോദിച്ചാലേ എന്റെ പേര് പറഞ്ഞാൽ മതി. MLA-ടെ വണ്ടിയൊക്കെ ആര് തടയാനാ? അല്ല പിന്നെ മറ്റവന്റെ വണ്ടിയാ, എന്ത് പറഞ്ഞാലും വിടണം. മരണം വരെയും സമരം ചെയ്യും. ഞങ്ങളുടെ ഓമന വിക്രമനെ വണ്ടി എവിടെ പോകാൻ പറ്റില്ല. MLA-ടെ വണ്ടിയാ. MLA ആയാലും മന്ത്രി ആയാലും വണ്ടി തിരിച്ചു വിട്ടി. ഒരു വരില്ല കേട്ടോ. പറയട്ടെ, 2 പേര് തമ്മിലുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. അതിന് പൊതുജനത്തെ ഉപദ്രവിക്കരുത്. സാർ രാവിലെ കോട്ടിട്ടോന്ന് ക്ലാസ് ഇറങ്ങിക്കല്ലേ? നിങ്ങളുടെ പാർട്ടി ഇഷ്ടംപോലെ ഹർത്താൽ നടത്തുന്നതല്ല. അന്നേരം കാർ കൂടി ഞങ്ങൾ വന്നാലാ? അതിനൊക്കെ കാറുണ്ടോ? തർക്കിച്ച് നിൽക്കാൻ സമയമില്ല, എനിക്ക് എയർപോർട്ടിൽ എത്തണം. വേറെ എവിടെയാണെങ്കിലും ഞങ്ങൾ ഇപ്പോൾ വിട്ടാണ്, പക്ഷേ എയർപോർട്ട് അത് ഞങ്ങൾ സമ്മതിക്കില്ല. വിമാനത്തിന്റെ പേരിലാ ഞങ്ങളുടെ വിക്രമൻ ചേട്ടൻ രക്തസാക്ഷിയായി. നിന്നെ വെട്ടും കട്ടായം. എന്തായി? എന്തായാലും സംഗതി കലക്കി. ഇത് ആരുടെ ഐഡിയ? ഇതൊരു ശീലാക്കരുത്, യജമാനോട് പറയണം, ഇല്ലെങ്കിൽ എന്റെ പണി പോകും. പഠിപ്പിച്ച സാറാണ് നോക്കൂല, കണ്ണിട്ട് ഊത്തി. അമ്മയും കൊണ്ട് ആശുപത്രി പോണോ? കുതിരപ്പുറത്ത് കയറിയിട്ട് സാറിന് പേടിയുണ്ടോ? പേടിയുണ്ടായിരുന്നെങ്കിൽ തന്നെ വീട്ടിൽ കയറ്റും. ഹർത്താലുകാരി ചമ്മിപ്പോയിട്ടോ. ഞാൻ വന്നത് സാറിന് വലിയ ഉപകാരമായില്ലേ? എല്ലാം കൊണ്ടും. സാറേ, ഈ കാണുന്ന പീഡിയ ആസിഫ് അലി എന്ന് പറഞ്ഞ വലിയൊരു കാശുകാരൻ്റെയാ. യൂസഫ് അലി ആണോ? ഓഹോ, പീഡിയെ കുതിരോട് പറയണോ ഇവരോട് പറയണോ? ഈ ഉദയനെ ചെന്നൂടെ എങ്ങോട്ടാ? ഞങ്ങളുടെ നാട്ടിലൊരു വാൾപ്പയറ്റ് കിടന്നു, അതുകൊണ്ട് ഇന്നവിടെ ഹർത്താലാ, പ്രാദേശിക ഹർത്താല്. കുതിരയൊന്നും ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ സുഹൃത്തെ, സമയങ്ങളല്ല, ഫ്ലൈറ്റ് മിസ്സാവും. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു വണ്ടി ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല, നടക്കത്തില്ല, ഒക്കത്തില്ല. സാറേ, നമുക്ക് ഇതിനെ കൊണ്ട് ഡൽഹിക്ക് പോയാലോ? വേണ്ട വേണ്ട. എന്തിനാ കാശ് കൊടുക്കണേ? ഇത് പൊക്കണ്ടേ? വേണ്ടെന്നേ, ഇത് പൊക്കാതെ തന്നെ കുതിര ചാടി കിടക്കും, കാണണോ? വേണ്ടതൊന്നും ചേട്ടാ. ചേട്ടാ, ഇത് പിടിച്ചേ, തുറന്നേ. ആദ്യമേ തരാറുണ്ടല്ലോ. കാലൊടിഞ്ഞ് കിടക്കാനായിട്ട് കണ്ട പൊങ്ങി കണ്ട. കൈക്കൂലി കൊടുക്കണം, തെറ്റല്ലേ? വാങ്ങുന്നതാണ് തെറ്റ്. ഞാൻ ആദ്യമായിട്ടാട്ടോ വിമാനത്താവളത്തില്. ഞാൻ കുതിരപ്പുറത്ത് ആദ്യമായിട്ടാ വിമാനത്താവളം. ഈ വിമാനം ഓടിക്കണ പൈൽസിനൊക്കെ നല്ല സുഖല്ലേ? പൈൽസ് അല്ല, പൈലറ്റ്. നിർത്താൻ വേണ്ടിട്ടാട്ടോ. ഇറങ്ങാം. താങ്ക് യു. അപ്പൊ മറ്റന്നാ കാണാം. ഇൻഷാ അല്ലാഹ്. പൂണൂലും കൊന്തയും ഒക്കെ ഉണ്ടല്ലോ. ശരിക്കും താൻ ഏതാ? നമുക്കെല്ലാം ഒന്നല്ലേ സാറേ? അതെ, നമ്മളിപ്പോ ലവ് ടു ആ. അതല്ല, തോറ്റ് നിക്കുവാന്ന്. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. കരയിൽ ഏറ്റവും വലിയ കണ്ണു കുതിരയ്ക്ക്. അതൊക്കെ എനിക്കറിയാം. ഇനി ഒട്ടകത്തിന്റെ കൂടെ ഒരു സെൽഫി എടുക്കണം. കഴിഞ്ഞ ആഴ്ച ഹസ്ബൻഡ് സിംഹത്തിന്റെ കൂടെയുള്ള സെൽഫി എടുത്താ എനിക്ക് അയച്ചു തന്നത്. അങ്ങനെ ഒന്ന് ഞെട്ടിക്കണം. സിംഹത്തിന്റെ കൂടെ ഫോട്ടോ എടുത്ത പുള്ളിക്കാരൻ പിന്നെ വിളിച്ചാർന്നോ? ഹീസ് അഡ്വഞ്ചറസ്. അത് പുള്ളി
നോക്കട്ടെ. അയ്യോ, ചേച്ചി ഷട്ടിൽ ഒന്ന് എടുത്തരോ. എന്നാ നിനക്ക് വെള്ളം വേണോ? വേണ്ട. കിട്ടിയോ? ഒരു വിശ്വാസക്കുറവുണ്ടല്ലേ? അങ്ങനെ പച്ചക്കുതിര വന്നാൽ കാശും വരുമെന്ന് പറഞ്ഞിട്ട് യജമാനൊരു ഒരു പച്ചക്കുതിര എടുത്ത് പോക്കറ്റിലിട്ട് എന്നിട്ട് ആകെ ഉണ്ടായിരുന്ന 100 നോട്ട് ആ പച്ചക്കുതിര തിന്നിട്ട് പോയി. സാറേ കാലെടുത്ത് നിലത്തേക്കിടറാ. സാറേ മൊബൈല് മോട്ടിക്കണത് കുറ്റാണോ? പിന്നല്ലാതെ. ആ വെള്ളം കൊണ്ട് വരൂ. പായസമാണല്ലോ. ഇന്നെന്താ പായസം? ഇന്നെന്റെ പിറന്നാളാ. അത് കലക്കിയില്ലോ. ഇത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഇവന്റെ പിറന്നാൾ വരുമ്പോ ആഘോഷിക്കാം. എന്റെ പിറന്നാൾ ഞാനൊന്ന് ഓർക്കും, അമ്പലം വരെ ഒന്ന് പോകും, അത്ര തന്നെ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാ. മക്കളുടെ പിറന്നാള് അമ്മമാര് ഓർത്തു വെക്കും. അമ്മമാരുടെ പിറന്നാള് പല മക്കളും ഓർക്കാറില്ല. വലിയ വാചകോടിക്കാരനൊക്കെ ആണല്ലോ. എന്നാ പറ, തന്റെ അമ്മയുടെ പിറന്നാൾ എന്നാ? പെട്ടു. എന്നാ പിന്നെ ഒരു കാര്യം പറയട്ടെ, എന്റെ അമ്മ ആരാന്നൂല എനിക്ക് അറിഞ്ഞൂടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി മതി. അതിവന് ആകെ കൂടി അറിയാവുന്ന ഇംഗ്ലീഷ് പാട്ടാ. എന്തുപറ്റി? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ എവിടെ ചെന്നാലും അവിടെ ഒരു ഭാഗ്യം ഉണ്ടാവും. ഇതിപ്പോ ഇരട്ടി സന്തോഷായില്ലേ? എന്തായി? അമ്മയെ അവളും കൂടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുക കൺഫേം ചെയ്യാൻ. സാറ് പോയില്ലേ? അമ്മയ്ക്ക് ഇതൊരു തവണ കഴിഞ്ഞതാ, എനിക്കങ്ങനെയല്ലല്ലോ. അതിന്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്. എന്തായി? കൺഫേം ചിക്കൻ ബോക്സ് തന്നെ. ഇനി പുളിയുള്ളതൊന്നും തിന്നരുത്. ആ ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ഒരു തവണ വന്നാ, അതുകൊണ്ട് കുഴപ്പമില്ല. നന്നായി. ഇനി ഇവളുടെ സെൽഫി എടുപ്പ് ഇത്തിരി കുറയുമല്ലോ. എന്നാ പിന്നെ അങ്ങോട്ട് മാറിന്നേ. പകർന്നാ പിന്നെ പ്രചരണമാന്ന് പറഞ്ഞ് ഷെയ്ക്കാൻ്റെ പോലും കൊടുക്കാൻ പറ്റത്തില്ല. ഹായ് ചിക്കൻ ബോക്സ് അടിപൊളി. തമിഴ്നാട്ടിലേക്ക് തോന്നുന്നു കഴിഞ്ഞിട്ടല്ല, അമ്മോളേട്ടെന്ന് പറയും. ഇത് വന്നാൽ ഭയങ്കര ഐശ്വര്യമായിരിക്കുള്ളൂ. ആ